എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് SST ഫസ്റ്റിലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എല്ലാവരും വീഡിയോ കാണണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അതിലുപരി വിക്ടേഴ്സ് ചാനൽ അതും കാണും എന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റജിക് പ്ലേസ് എന്ന് പറയുമ്പോൾ വളരെ നയതന്ത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഗൾഫ് ഓഫ് ബോസ്ഫറസിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗൾഫ് ഓഫ് ബോസ്ഫറസ് എന്ന് പറയുന്നത് ഏതിനും ബിറ്റ്വീനാണ്? മെഡിറ്ററേനിയൻ സീക്കും ബ്ലാക്ക് സീക്കും ബിറ്റ്വീനായിട്ടുള്ള പ്ലേസ് ആണ് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ബോസ്ഫറസ്. അത് നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലേസ് ആണ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അല്ലോ. അതിലുപരി റോമൻ എംപററായ കോൺസ്റ്റാന്റിൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിറ്റിക്ക് ഏത് പേര് കിട്ടിയത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഇത് തന്നെയായിരുന്നു എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ. ഏതുവരെ? ക്യാപിറ്റൽ സിറ്റി ഇവൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഒട്ടോമൻ ടർക്സ്. ഒട്ടോമൻ ടർക്സിന്റെ ഭരണം വരെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകൾ കൂടെ ഉണ്ട്. വളരെയധികം പ്രാധാന്യമുള്ളത് ഇതൊരു സ്ട്രാറ്റജിക് പ്ലേസിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഈസ് എ ഗ്രേറ്റ് സെന്റർ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കലയുടെയും അതുപോലെ തന്നെ വാസ്തു നിർമ്മിതിയുടെയും വളരെ കരകൗശല വിദ്യകളുടെയും ഒക്കെ വളരെ മുഖ്യ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പോഴും കോൺസ്റ്റാന്റിനോപ്പിളിനെ വിളിക്കുന്ന യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഇസ്താംബുൾ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ഇതിനോടൊപ്പം വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് വിൽ ഡ്യൂറന്റ് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫർഗെറ്റ് ദ വാർസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലാസ്. വിൽ ഡ്യൂറന്റ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ചരിത്രം എന്ന് പറയുന്നത് വളരെ നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങളെ മറക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ നിയമസംഹിതകൾ ഓർമ്മിച്ച് വച്ചിരിക്കും. അപ്പോൾ അദ്ദേഹം ആരാണ് ഈ ജസ്റ്റീനിയൻ എന്ന് പറയുന്നത്? ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപററാണ്. വളരെ പ്രശസ്തനായ ഈസ്റ്റേൺ റോമൻ ചക്രവർത്തിയാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റീനിയൻ. അപ്പം അദ്ദേഹം യുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലുപരി എന്താണ്? നിയമസംഹിതകളെ ക്രോഡീകരിക്കാൻ ഒരുപാട് പ്രയത്നങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു രാജ്യമായിരുന്നു അല്ലെങ്കിൽ ഒരു എംപർ ആയിരുന്നു എന്ന് പറയുന്നത് ഈ റോമൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഏതാണ്? ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത്. So the greatest contribution of Justinian is the codification of all the existing Roman laws into a code of law, corpus juris civilis. അപ്പോൾ മഹത്തായ സംഭാവന എന്ന് പറയുന്നത് ആരുടെ? ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപററുടെ ഏറ്റവും മഹത്തായ സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്തത്? എക്സിസ്റ്റിംഗ് റോമൻ ലോസിനെ കോഡിഫൈ ചെയ്തു. അദ്ദേഹം നിലവിലുള്ള അല്ലെങ്കിൽ നിലനിന്നിരുന്ന റോമൻ നിയമസംഹിതകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരൊറ്റ നിയമസംഹിത പാസാക്കി. അതിന്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. So the greatest contribution of Justinian is the codification of all the existing Roman laws into a code of law, corpus juris civilis. അപ്പോൾ ജസ്റ്റീനിയൻ കോഡ്, അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ക്രോഡീകരണം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എന്തിലാണ് അധിഷ്ഠിതമായിരുന്നത്? ദ പ്രിൻസിപ്പിൾസ്. ഏതെല്ലാം തത്വസംഹിതകളിൽ? റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി അല്ലല്ലോ. അപ്പോൾ യുക്തി, അതുപോലെ തന്നെ നീതി, അതുപോലെ തന്നെ ഔദാര്യം എന്നിവകളിൽ അധിഷ്ഠിതമായിരുന്നു
എന്നീ തത്വസംഹിതകൾ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമ സംഹിതകളെല്ലാം. ആരുടെ? ജസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ചക്രവർത്തിയുടെ, എംപറർ ചക്രവർത്തി. സോ ജസ്റ്റീനിയൻ കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. Many nations adopted it for framing their laws. ഇപ്പോൾ പല രാജ്യങ്ങളും ഈ ജസ്റ്റീനിയൻ കോഡിനെ എന്ത് ചെയ്തു? ഡിപ്പെൻഡ് ചെയ്തു. എന്തിനു വേണ്ടി? അവരുടെ നിയമങ്ങൾ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിന് വേണ്ടി. ജസ്റ്റീനിയൻ കോഡ് ആൾസോ സെർവ്ഡ് ആസ് ദ ബേസ് ഫോർ ദ കോഡ് ഓഫ് ലോ ഓഫ് ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. അപ്പോൾ നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് റൂളറാണ്, ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? നെപ്പോളിയൻ എന്ന് പറയുന്നത്. അപ്പം നെപ്പോളിയനും അദ്ദേഹത്തിൻ്റെ ഭരണസംഹിതയുടെ അടിസ്ഥാനമായി ഏതിനെയാണ് കണക്കാക്കിയത്? ഈ ജസ്റ്റീനിയൻ കോഡിനെയാണ് എന്ത് ചെയ്തത്? ബേസാക്കി എടുത്തത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ദ ഒബ്സർവേഷൻ ഓഫ് വിൽ ഡ്യൂറൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് ജസ്റ്റീനിയനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു. ഹു ഈസ് ജസ്റ്റീനിയൻ? ഹി ഈസ് എ ഫേമസ് Eastern Roman Emperor. The greatest contribution of Justinian is the codification of all the existing Roman laws into a code of law, corpus juris civilis. Justinian code is based on the principles of reasoning, justice and generosity. യുക്തി, നീതി, ഔദാര്യം എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു. Many nations, പല രാജ്യങ്ങളും എന്ത് ചെയ്തു? അവരുടെ നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഏതിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു? ജസ്റ്റീനിയൻ കോഡിനെ. പിന്നെ ആരും അഡോപ്റ്റ് ചെയ്തതിനെ? ഫേമസ് ഫ്രഞ്ച് റൂളറായ നെപ്പോളിയനും ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്? നമ്മുടെ ഈ ജസ്റ്റീനിയൻ കോഡിനെയാണ്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് ലോ ഓഫ് ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസ്, അതിന് വേണ്ടിയിട്ട് ഇതിനെയാണ് യൂസ് ചെയ്തത്. The Eastern Roman Empire began to decline after Justinian. അപ്പോൾ ജസ്റ്റീനിയൻ്റെ ഭരണത്തിന് ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് തകർച്ചയിലേക്ക് പോയി. It collapsed with the capture of Constantinople by the Turks in the 15th century. 15ാം നൂറ്റാണ്ടിൽ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി പൂർണ്ണമായും ആര് നശിച്ചു? നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ പൂർണ്ണമായും നശിച്ചു. ഏത് കാലഘട്ടത്തിലാണത്? CE 1453 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കോർപ്പസ് ജൂറിസ് സിവിലിസിനെ അത് ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കോഡാണ്. ദ കോഡ്, ദ ബുക്ക് കണ്ടെയ്നിങ് ദ laws prevailed in the Roman Empire ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് കോഡ്. നെക്സ്റ്റ് ദ ഡൈജസ്റ്റ്, ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദി ജൂറിസ്റ്റ് റിഗാർഡിംഗ് ദ ലാസിനെ കുറിച്ചുള്ള അവരുടെ ഒപ്പീനിയൻ, അത് ഡൈജസ്റ്റാണ്. തേർഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ദ സ്മാൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സംഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംഗ്രഹമാണ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഡ്, അതിനുശേഷം ആ ഡൈജറ്റ്സ്, പിന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ അത് എന്ത് ചെയ്തു? പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഒരു അഡോപ്ഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. പീരിയഡൈസേഷൻ ഹിസ്റ്ററി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് വാസ് ദ റോമൻ എംപയർ വിച്ച് വാസ് ടേക്കൺ ആസ് ദ ബേസ് ഓഫ് ദി ഡിവിഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് പീരീഡ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ ലോകത്തിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ലോക ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു റോമൻ എംപയർ, അല്ലെങ്കിൽ എന്താണ് സാമ്രാജ്യത്തിനെ കുറിച്ചാണ് നമ്മൾ അതിനെ ബേസ് ആയിട്ട് എടുത്തത്. ഇതിനെ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത് അത് ഈസിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏഷ്യൻ്റ് പീരീഡ് കമൻസസ് ഫ്രം ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ ഡൗൺഫോൾ ഓഫ് ദി വെസ്റ്റേൺ റോമൻ എംപയർ ഇൻ 476 CE. അപ്പോൾ ഏഷ്യൻ്റ് പീരീഡ്, അപ്പോൾ നേരത്തെ പറഞ്ഞ 3 പീരീഡ്സ് നമ്മൾ പറഞ്ഞു. ഏഷ്യൻ്റ് പീരീഡ്, മിഡീവൽ പീരീഡ്, അതുപോലെ തന്നെ മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് പീരീഡ് ഏതാണ്? ഏഷ്യൻ്റ് പീരീഡ്. അതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കമൻസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴാണ്? ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അല്ലേ. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഇത് അവസാനിക്കുന്നത്? 476 CE വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ
തകർച്ചയോടുകൂടിയാണ്, അല്ലെങ്കിൽ ഡൗൺഫോൾ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കൊളാപ്സോട് കൂടിയാണ് ഏത് അവസാനിക്കുന്നത്, ഫസ്റ്റ് ആയിട്ടുള്ള ഏഷ്യൻ്റെ പീരീഡ് അവസാനിക്കുക. പിന്നെ സെക്കൻഡ് പറഞ്ഞു പീരീഡ് അപ് ടു ദ ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ് 1453 CE ഈസ് കൺസിഡർഡ് ആസ് ദ മിഡീവൽ പീരീഡ്. അപ്പോൾ മിഡീവൽ പീരീഡ് ഏതാണ്? ഏത് മുതൽ? നമ്മുടെ 476 വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഏതുവരെ? നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡൗൺഫോൾ അല്ലെങ്കിൽ കൊളാപ്സ് വരെയുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ ഏത് മുതൽ? 476 CE വെസ്റ്റേൺ റോമൻ എംപയറിന്റെ കൊളാപ്സ് സംഭവിച്ചു, ഡൗൺഫോൾ സംഭവിച്ചു. അതുപോലെ 1453 CE ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡൗൺഫോൾ സംഭവിച്ചു. അപ്പോൾ ആ ഡൗൺഫോൾ സംഭവിച്ച ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡൗൺഫോൾ സംഭവിച്ച പീരീഡ് വരെയാണ് ഏതായിട്ട് കണക്കാക്കുന്നത്? മിഡീവൽ പീരീഡ്. അതിന് ശേഷമുള്ള പീരീഡിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കി? ആഫ്റ്റർ 1453 CE ഈസ് കോൾഡ് മോഡേൺ പീരീഡ് ആണല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് വായിച്ച് മുന്നോട്ട് പോകണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മറക്കരുത്. അടുത്ത എംപയർ അല്ലെങ്കിൽ അടുത്ത സാമ്രാജ്യം എന്ന് പറയുന്നത് ഹോളി റോമൻ എംപയർ ആണ് ആണല്ലോ. പ്രത്യേകിച്ച് അത് ഹോളി റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വരുന്നത് യൂറോപ്പും അതുപോലെ തന്നെ ഏഷ്യയുടെ മൈനോറിറ്റി ഏരിയ ചേരുന്നതാണ് എന്ന് പറയുന്നത് ഈ ഹോളി റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് മാപ്പായി. ഫസ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ഹോളി റോമൻ എംപയറിൻ്റെ ഒരു മാപ്പാണ് അവിടെ തന്നിരിക്കുന്നത്. The Western Roman Empire with its capital at Rome came into an end due to continuous invasions of the Germanic tribes. ആണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ റോമൻ എംപയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഈസ്റ്റേൺ റോമൻ എംപയറും അതുപോലെ തന്നെ വെസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പോൾ ഹോളി റോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. വെസ്റ്റേൺ റോമൻ എംപയർ അതിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? റോമായിരുന്നു. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? റോമാണ്. അപ്പം ആ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് അതിന് അവസാനം സംഭവിച്ചത് കണ്ടിന്യൂസ് ഇൻവേഷൻസ് ഓഫ് ദി ജർമാനിക് ട്രൈബ്സ് ആണല്ലോ. അപ്പോൾ ഈ ജർമാനിക് ട്രൈബ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള എന്താണ് കടന്നുകയറ്റം അല്ലെങ്കിൽ ഇൻവേഷൻസ് എന്ന് പറയുന്നത് കടന്നുകയറ്റം തന്നെയല്ലോ. അപ്പോൾ ഈ ജർമാനിക് ട്രൈബ്സിൻ്റെ അല്ലെങ്കിൽ ജർമാനിക് ഗോത്ര സമൂഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള കടന്നുകയറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് നശിക്കാൻ കാരണമായത്? വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ എന്താണ് അധപതനത്തിന് അല്ലെങ്കിൽ ഇല്ലായ്മയ്ക്ക് കാരണമായി. ഇപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയായിരുന്നു. ഏതായിരുന്നു? റോം ആയിരുന്നു ആണല്ലോ. The territories of the Roman Empire were captured by different nomadic tribes. അപ്പോൾ ഈ റോമൻ എംപയറിൻ്റെ പല അതിർത്തികളും ആണല്ലോ ടെറിട്ടറികളും ആര് ക്യാപ്ചർ ചെയ്തു, പിടിച്ചടക്കി? ഡിഫറൻറ്റ് നൊമാഡിക് ട്രൈബ്സ്. നൊമാഡിക് ട്രൈബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആരാണ്? ട്രൈബ്സുകൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ എന്ത് ചെയ്തു? നാടോടികളായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ, നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കുക. ഏതിനെ പിടിച്ചടക്കി? റോമൻ എംപയറിൻ്റെ ടെറിട്ടറികൾ, അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചടക്കി. ദ മോസ്റ്റ് പ്രോമിനന്റ് എമംഗ് ദം വാസ് ദ ഫ്രാൻസ്. അപ്പോൾ ഈ നൊമാഡിക് ട്രൈബ്സുകളിൽ, ഈ നാടോടികളായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നാടോടി വിഭാഗമായിരുന്നു ആരെന്ന് പറയുന്നത്? ഫ്രാങ്ക്സ് എന്ന് പറയുന്ന നൊമാഡിക് ട്രൈബ്സ് എന്ന്. ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക്സ് വാസ് ദ ഫ്രാങ്കിഷ് എംപയർ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ നൊമാഡിക് ട്രൈബ്സ് എന്ത് ചെയ്തു? റോമൻ്റെ പല ടെറിട്ടറികളും അറ്റാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞു തന്നല്ലോ. അങ്ങനെ ഈ ഫ്രാങ്ക്സ് എന്ന് പറയുന്ന മോസ്റ്റ് ഡൊമിനൻ്റ് ആയിട്ടുള്ള നൊമാഡിക് ട്രൈബുകൾ ക്യാപ്ചർ ചെയ്ത ആ ഒരു എംപയർ, അവരവിടെ ഒരു സാമ്രാജ്യം അവർ സ്ഥാപിച്ചെടുത്തു. ആ സാമ്രാജ്യത്തിനെ വിളിച്ച ആരെടുത്ത ഫ്രാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു എംപയറിനെ വിളിക്കുന്ന പേരായിരുന്നു ഫ്രാങ്കിഷ് എംപയർ തന്നല്ലോ. ദ ഫേമസ് എംപറർ ഓഫ് ദ ഫ്രാങ്കിഷ് empire was Charlemagne of the Carolingian dynasty തന്നല്ലോ. അപ്പോൾ ഏറ്റവും ഈ ഫ്രാങ്കിഷ് എംപയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാരാണ്? ഫ്രാങ്ക്സ് എന്ന് പറയുന്ന നൊമാഡിക് ട്രൈബ്സ്
റോമൻ എംപയറിനെ ക്യാപ്ചർ ചെയ്തെടുത്ത ഡിഫറെൻറ്റ് ഏരിയ ക്യാപ്ചർ എടുത്ത ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത്. അതിൽ ഈ ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി എന്ന് പറയുന്നത് ആരായിരുന്നു? ഷാലമീൻ ആയിരുന്നു തന്നല്ലോ. അദ്ദേഹം ഏത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു? കരോലിനി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിലെ പെട്ട ആളായിരുന്നു. ദി എംപറർ ഓഫ് ഷാലമീൻ വാസ് ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷാലമീൻ എന്ന് പറയുന്ന വ്യക്തി ഭരിച്ചിരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് ഏതിനേക്കാൾ വലുതായിരുന്നു? നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വളരെ വിശാലമായിരുന്നു അല്ലെങ്കിൽ വലുതായിരുന്നു. അപ്പം അത്രത്തോളം ഏരിയ ഈ പിടിച്ചടക്കിയിരുന്നു ഈ ഫ്രാങ്കിഷ് ആയിട്ടുള്ള ഫ്രാങ്ക്സ് ആയിട്ടുള്ള ഈ നൊമാഡിക് ട്രൈബ്സ് പിടിച്ചടക്കി. അതുകൊണ്ട് അതിനേക്കാൾ വലുതായിരുന്നു. ഏതിനേക്കാൾ? ഈ ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വലുതായിരുന്നു എന്ന് പറയുന്നത് ഈ ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത്. അത് ലീഡ് ചെയ്ത ആരാണ്? ഷാലമീൻ തന്നല്ലോ. ദ ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III, the spiritual head of Catholic Church, from the tribal attack of the Lombards. അപ്പോൾ ഷാലമീൻ എന്ന് പറയുന്നത് ആ എംപറർ എന്ന് പറയുന്നത് ഷാലമീൻ എന്ന് പറയുന്ന എംപറർ എന്ന് പറയുന്നത് പോപ്പ് ലിയോ III ഹെൽപ്പ് ചെയ്തു, രക്ഷിച്ചെടുത്തു അല്ലെങ്കിൽ സേവ് ചെയ്തു. ആരാണ് ഈ പോപ്പ് ലിയോ III എന്ന് പറയുന്നത്? സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കത്തോലിക് ചർച്ചാണ്. കത്തോലിക് ചർച്ചിന്റെ സ്പിരിച്വൽ ഹെഡ് അല്ലെങ്കിൽ ആത്മീയ നേതാവായ കത്തോലിക് ചർച്ചിന്റെ ആത്മീയ നേതാവായ സ്പിരിച്വൽ ഹെഡായ പോപ്പ് ലിയോ III രക്ഷപ്പെടുത്തിയത് ആരാണ്? ഈ ഷാലമീനാണ് തന്നല്ലോ. ആരുടെ അറ്റാക്കിൽ നിന്നാണ്? ലൊംബാർഡ്സിന്റെ അറ്റാക്കിൽ. അപ്പൊ ലൊംബാർഡ്സിന്റെ അറ്റാക്കിൽ നിന്ന് ആരാണ് ഈ ലൊംബാർഡ്സ്? ട്രൈബലാണ് തന്നല്ലോ. ആദിവാസി ഗോത്ര വിഭാഗമാണായിരുന്നു പറയുന്നത് ലൊംബാർഡ്സ് എന്ന് പറയും. അപ്പം ഈ ലൊംബാർഡ്സ് എന്ന് പറയുന്നത് ട്രൈബൽ അറ്റാക്കിൽ നിന്ന്, ലൊംബാർഡ്സിന്റെ ട്രൈബൽ അറ്റാക്കിൽ നിന്ന് കത്തോലിക് ചർച്ചിന്റെ സ്പിരിച്വൽ ഹെഡായ പോപ്പ് ലിയോ III സേവ് ചെയ്താരാണ്? ഈ ഷാലമീൻ എന്ന് പറയുന്ന എംപററാണ്. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നന്മയുടെ എന്താണ് പ്രതിഫലം എന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സഹായ ഹസ്തം എന്ന രീതിയിൽ, ദ പോപ്പ് ക്രൗണ്ട് ഹിം ആസ് എ ഹോളി റോമൻ എംപറർ. അപ്പോഴോ ഹോളി റോമൻ എംപറായിട്ട് പോപ്പ് ആരെ? നമ്മുടെ ഷാലമീനെ എന്തായിട്ട് ക്രൗൺ ചെയ്തു? ഹോളി റോമൻ എംപറായിട്ട് ക്രൗൺ ചെയ്തു, അല്ലെങ്കിൽ കിരീടധാരണം നടത്തിയെടുത്തു. അപ്പം എന്തിൻ്റെ നന്മയുടെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തെ ആരുടെ അറ്റാക്കിൽ നിന്ന് സഹായിച്ചു? ലൊംബാർഡ്സിന്റെ അറ്റാക്കിൽ, ട്രൈബൽ അറ്റാക്ക് ആരുടെയാണ്? ലൊംബാർഡ്സിന്റെ ട്രൈബൽ അറ്റാക്കിൽ നിന്ന് ആരെ? പോപ്പ് ലിയോ III എന്ത് ചെയ്യുന്നതിന്? സേവ് ചെയ്യുന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് അദ്ദേഹം പോപ്പ് ആരെ? നമ്മുടെ ഷാലമീനെ ഹോളി റോമൻ എംപറായിട്ട് എന്ത് ചെയ്തു? ആവിഷ്കരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവരോധിക്കുകയായിരുന്നു. ഹെൻസ് ഹിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ഹോളി റോമൻ എംപയർ. അങ്ങനെയാണ് ഷാലമീന്റെ സാമ്രാജ്യത്തിനെ ഏത് പേരിൽ അറിയപ്പെട്ടത്? ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഷാലമീൻ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഒരു എന്താണ് വളരെയധികം പോരാട്ട വീര്യമുള്ള ഒരു പോരാളി എന്നതിലുപരി കഴിവുറ്റ ഒരു ഭരണാധികാരി കൂടെ, ഭരണ നിർവഹണം നടത്തുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ആരെന്ന് പറയുന്നത്? ഷാലമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ തന്നല്ലോ. ഏറ്റവും നല്ല ഒരു മഹാനായ ഒരു പോരാളി എന്നതിലുപരി കഴിവുറ്റ എന്തായിരുന്നു? ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഭരണ നിർവഹണ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് ഷാലമീൻ.
He brought almost all the Western European regions under his sway. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻ മൊത്തം അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു. ആര്? ഷാലമീൻ. He expanded his empire through political alliances and matrimonial relations. അപ്പം അദ്ദേഹം തൻ്റെ സാമ്രാജ്യം എങ്ങനെയാണ് വികസിപ്പിച്ചത്? എക്സ്പാൻഡ് ചെയ്ത് അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ എംപയർ എക്സ്പാൻഡ് ചെയ്തത്? തൻ്റെ സാമ്രാജ്യം എങ്ങനെയാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്? രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും അതിലുപരി എന്താണ്? വൈവാഹിക ബന്ധങ്ങളിലൂടെയും. അപ്പോൾ he expanded his empire through political alliances, അതുപോലെ തന്നെ ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. അപ്പോൾ രാഷ്ട്രീയപരമായ അലയൻസസ് അതും റിലേഷൻ തന്നെയാണ്. മാട്രിമോണിയൽ എന്ന് പറഞ്ഞാൽ തന്നെ വൈവാഹികപരമായ അതും തന്നെയാണ്. റിലേഷൻസിലൂടെയാണ് അദ്ദേഹം തൻ്റെ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വികസിപ്പിച്ചെടുത്തത്. എന്ത്? അദ്ദേഹത്തിൻ്റെ എംപയർ സാമ്രാജ്യം. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്സ്. അപ്പോൾ ലോക്കലായിട്ടുള്ള ഭരണ നിർവഹണങ്ങൾ തന്നല്ലോ, അതെല്ലാം ആരെ ചുമലിലാണ് ഏൽപ്പിച്ചത്? എൻട്രസ്റ്റ് ചെയ്യാമെന്നതിലെന്താണ്? അധികാരം ഏൽപ്പിക്കുക. ആർക്ക് ഏൽപ്പിച്ചു? ഓഫീസേഴ്സിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ആ ഓഫീസേഴ്സിനെ വിളിച്ച പേരാണ് കൗൺസ്. അപ്പോൾ ആരാണ് കൗൺസ് എന്ന് പറയുന്നത്? നമ്മുടെ ഷാലമീൻ്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ ഓഫീസേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് കൗൺസ് എന്ന പേരിൽ അറിയപ്പെട്ടു. To keep an effective check upon the activities of the counts. അപ്പോൾ ഈ കൗൺസിൻ്റെ ഭരണനിർവഹണം നോക്കണ്ടേ? അവർ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുന്നോ ഇല്ല എന്നുള്ളത് ഒബ്സർവ് ചെയ്യണ്ടേ, മോണിറ്റർ ചെയ്യണ്ടേ തന്നല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ രഹസ്യ ഒരു വിഭാഗത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു? ചുമതലപ്പെടുത്തി. ആ രഹസ്യ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഈ കൗൺസിൻ്റെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ ആ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മിസൈ ഡൊമിനിസി. മിസൈ ഡൊമിനിസി തന്നല്ലോ. റിലീഫ് ഫണ്ട്സ് വേ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് ദ പൂർ. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ദുരിതാശ്വാസ ഫണ്ടുകൾ അദ്ദേഹം എന്ത് ചെയ്തു? നിർമ്മിച്ചു, ശേഖരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ക്രിയേറ്റ് ചെയ്തു? റിലീഫ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. അതിലുപരി ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല, നെറ്റ്വർക്ക് തന്നല്ലോ, ഒരു ശൃംഖല, ചെയിൻ തന്നല്ലോ. ഏതിൻ്റെ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു നെറ്റ്വർക്ക് അദ്ദേഹം എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. ആരായിരുന്നു എൻ്റെ ലീഡർ എന്ന് പറയുന്നത്? ഷാലമീൻ. ദ റിസൾട്ടന്റ് ഇന്റലക്ച്വൽ അവേക്കനിങ് വാസ് നോൺ ആസ് കരോളിംഗ്യൻ റിനയൻസൻസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ എന്താണ്? ആ പുനരുദ്ധാരണം തന്നല്ലോ, ആ അവേക്കനിങ് എന്ന പേരിൽ, ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കരോളിംഗ്യൻ റിനയൻസൻസ് എന്ന് പറയുന്നത് കരോളിംഗ്യൻ നവോത്ഥാനം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലമീൻ ദ ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജുവലി കൊളാപ്സ്. അപ്പോൾ ആര് മരിച്ചു? നമ്മുടെ ഷാലമീൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം നേരത്തെ പറഞ്ഞ ഈ ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? പല പല വിഭാഗങ്ങളായിട്ട് തിരിയുകയും ക്രമേണ അത് അവസാനിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യം സംഭവിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത് എന്തെങ്കിലും സംശയമുണ്ടോ? വീണ്ടും എന്തെങ്കിലും ഏതെങ്കിലും ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം തന്നല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത ഒരു എംപയർ കൂടെ നമ്മൾ ക്ലിയർ ചെയ്തു. ദ ഹോളി റോമൻ എംപയറാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വായിക്കണം. അതിലുപരി നിങ്ങൾ എന്ത് കാണണം? വിക്ടേഴ്സ് ചാനലും കാണണം, ടെക്സ്റ്റ് വായിക്കണം.
പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും വീണ്ടും കാണണം. നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നത് അറബ് എംപയറിലോട്ടാണ്. താങ്ക് യു.